ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. പോപ്കോൺ നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് പോപ്കോൺ തയ്യാറാക്കാനുള്ള കോണാണ്. അപ്പോൾ സ്വീറ്റ് കോണ് ഇതുപോലെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിനെ നമുക്ക് ഉണക്കി പോപ്കോൺ ആക്കി തയ്യാറാക്കിയെടുക്കാം, അല്ലെങ്കിൽ പാക്കറ്റിൽ ഇത് ഉണക്കിയത് ലഭിക്കുന്നതാണ്. അതിനെ വാങ്ങിച്ച് നമുക്ക് പോപ്കോൺ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പച്ച ഉള്ളത് കൊണ്ട് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് ഇളക്കി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താൽ നമുക്ക് വേഗം തന്നെ പോപ്കോൺ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഉണക്കി പാക്കറ്റിലും ലഭിക്കുന്നതാണ്. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് വേഗം ഇതിനെ എടുത്ത് ഉണക്കുകയൊന്നും വേണ്ട. അതിന് നമുക്ക് വേഗം ഡയറക്റ്റായിട്ട് തന്നെ പോപ്കോൺ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കുക. ഈ സംഭവം ഇളക്കിയെടുത്ത് 2 ദിവസം ഒന്ന് വെയിലത്ത് നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം നമുക്ക് പോപ്കോൺ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഒരു പാക്കറ്റിൽ വാങ്ങിച്ചതിനെയാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് ബട്ടറും നമ്മുടെ ഉപ്പും ഒക്കെ ഇതിലോട്ട് ചേർത്ത് നമുക്ക് കിട്ടിയതാണ് ഈ പാക്കറ്റ്. ഇത് അതൊന്നും ചേർക്കാതെയാണ് കിട്ടിയതെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും ബട്ടറിന് പകരം നമുക്ക് സാധാരണ എണ്ണ ഏതെങ്കിലും 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്തതാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു 150 ഗ്രാം ഉണ്ട്. ഇത് ഞാൻ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഇത് കാണിക്കുന്നത്. ഇതിപ്പോൾ പാക്കറ്റ് പൊളിച്ചപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ ബട്ടർ ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. നല്ല കളറുള്ള പോപ്കോണാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടും. ഇതിപ്പോൾ വൈറ്റ് കളറിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു 5 ലിറ്ററിൻ്റെ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുക. ഈ കുക്കറിൻ്റെ അടപ്പിലെ വിസിലും ഇതിനകത്തുള്ള നമ്മുടെ റിങ് ഉണ്ടല്ലോ അതും എടുത്ത് മാറ്റി, ഇതുപോലത്തെ റബ്ബർ ഇതും കൂടെ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് പോപ്കോൺ തയ്യാറാക്കാൻ വേണ്ടി കുക്കർ അടുപ്പിൽ വെക്കേണ്ടത്. അപ്പോൾ ഞാനിത് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പാക്കറ്റ് കോൺ വെച്ചാണ് ഇത് പോപ്കോൺ തയ്യാറാക്കുന്നത്. ഇതുപോലെ ഇത്രയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിപ്പോൾ ബട്ടറും ഉപ്പും ഒക്കെ ഇതിൽ വാങ്ങിയപ്പോൾ തന്നെ ഇതിൽ ഈ പാക്കറ്റിൽ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചില പാക്കറ്റുകളിലാണെങ്കിൽ ഈ കോൺ മാത്രം ഉണക്കിയത് മാത്രമായിരിക്കും ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിന് ഞാൻ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഈ കുക്കറിൽ വെച്ചിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മുടെ കോണ് ചൂടായതിന് ശേഷം മാത്രമേ ഇത് നല്ല ചൂടായതിന് ശേഷം ഇതിപ്പോൾ നല്ലതുപോലെ പൊട്ടി നല്ല വെള്ള കളറിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പോപ്കോൺ തയ്യാറാക്കി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് തിളച്ച് ഒന്ന് നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇത് പൊട്ടി വരുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പൊട്ടുന്നത് നല്ല നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ കൊണ്ട് അടച്ച് കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 1-2 ഇത് പൊട്ടി തുടങ്ങിയ സമയത്തിന് ഞാൻ വേഗം തന്നെ കുക്കർ അടച്ചിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടിയത് വെളിയിലോട്ടും ആവുകയും ചെയ്തത്. ഇതുപോലെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ അതേ കളറിലെ ഭംഗിയിലാണ് നമ്മുടെ പോപ്കോൺ തയ്യാറായി വരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുക്കർ പിടിയോട് പിടിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുലുക്കി വെക്കുകയാണെങ്കിൽ ഇത് അവിടെ കിടക്കുന്നതൊക്കെ ഒന്ന് നീങ്ങി കിട്ടും. അധികം കരിഞ്ഞു പോവുകയില്ല. ഇതിപ്പോൾ മുരിഞ്ഞതൊക്കെ ഒരു സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഫ്ലെയിമും കൂടെ ഇരിക്കുന്നതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. തീരെ ലോ ആക്കേണ്ട കാര്യമില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ പോപ്കോൺ തയ്യാറായിട്ടുണ്ട്. അത് നല്ല എല്ലാ കോണും തന്നെ ഒന്ന് പൊട്ടി ഇളകി വന്നിട്ടുണ്ട്. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോപ്കോൺ ഏതാണ്ട് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കോണ് പച്ചയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താൽ മതിയാകും. നമുക്കിത് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കാതെ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.